സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. സിബി പിന്മാറാൻ തയ്യാറല്ല, തൻ്റെ നിലപാടുകൾ വ്യക്തമാണ്. അത് ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ്, വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അത് ദേശീയ സാർവദേശീയമായി നിലനിൽക്കുന്ന ഏജൻസികളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടുതൽ പ്രതിസന്ധിയാവുകയാണ് വി ഡി സതീശനും കൂട്ടരും. എന്തൊക്കെയാണ് വി ഡി സതീശൻ്റെ ഏറ്റവും പുതിയ വാർത്താ സമ്മേളനത്തിൻ്റെ വിവരങ്ങൾ കൂടി? ജിംഷാദ്, എന്തായാലും ഹൈക്കമാൻഡിന്റെ നിലപാടാണ് ഇതിൽ ഏറെ പ്രധാനമുള്ളത്. പ്രത്യേകിച്ച് ശശി തരൂരിനെതിരെ നടപടി വേണമെന്നൊരു ആവശ്യമാണ്, അല്ലെങ്കിൽ അച്ചടക്ക നടപടി വേണമെന്നൊരു ആവശ്യമാണ് വി ഡി സതീശനും കൂട്ടരും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ KPCC പ്രസിഡന്റായ കെ സുധാകരൻ പോലും ഒരു മൃദു സമീപനം സ്വീകരിച്ചു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഇതിൽ ഹൈക്കമാൻഡിന്റെ നിലപാടെന്ന് പറയുന്നത് തൽക്കാലം ഒരു അച്ചടക്ക നടപടിയിലേക്ക് പോകേണ്ടതില്ല. കാരണം വികസനത്തിന്റെ പേരിൽ ശശി തരൂർ ലേഖനം എഴുതുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കുമ്പോൾ എന്ത് രീതിയിലുള്ള ഒരു വിശദീകരണം നൽകും എന്നുള്ളൊരു ചോദ്യം വലിയ രീതിയിൽ നിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വികസനത്തിന്റെ പേരിൽ ഒരു ലേഖനം എഴുതുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കുമ്പോൾ സ്വാഭാവികമായും അത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും അത് എതിരാളികൾക്ക് കൂടുതൽ കരുത്ത് പകരുന്ന ഒന്നായി മാറും എന്നുള്ളൊരു വിലയിരുത്തലാണ് ഹൈക്കമാൻഡ്. മാത്രമല്ല ഈ KC വേണുഗോപാലിന്റെയും പ്രതിരോധങ്ങൾ ഇപ്പോ MM ഹസനോ K മുരളീധരനോ വി ഡി സതീശനോ പോലെ ആയിരുന്നില്ല. അത് ശ്രദ്ധേയമാണ് അല്ലേ? തീർച്ചയായും അജീഷ, ഇന്നിപ്പോൾ ജയറാം രമേശ് അടക്കം പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അവർക്കെല്ലാവർക്കും തന്നെ വ്യക്തിപരമായി പറയാനുള്ള അവകാശമുണ്ട്, പക്ഷേ അത് പാർട്ടിയുടെ ഒരു നയമല്ല എന്ന രീതിയിൽ ജയറാം രമേശ് അടക്കം പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും അത് വി ഡി സതീശനും MM ഹസന്റെയൊക്കെ നിലപാടിന് വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. KC വേണുഗോപാലും വ്യക്തമാക്കിയത് ശശി തരൂരുമായി താൻ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് KC വേണുഗോപാലും വ്യക്തമാക്കുന്നത്. എങ്കിൽ പോലും ഈ കെ സുധാകരൻ നമുക്കറിയാം, അവിടെ രാഷ്ട്രീയമായി പറഞ്ഞാൽ തന്നെ കോൺഗ്രസിനകത്ത് ശശി തരൂർ പ്രവർത്തക സമിതി അംഗമാണെങ്കിൽ പോലും ആ ഒരു പരിഗണന ഈ കേരളത്തിലോ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നോക്കിയാൽ രാഹുൽ ഗാന്ധി നൽകുന്നില്ല എന്നുള്ളത്. ശരി, എന്തായിരുന്നാലും കോൺഗ്രസ് രാഷ്ട്രീയത്തെ ആഭ്യന്തരമായി ആന്തരികമായി പിടിച്ചു കുലുക്കുന്നത് തന്നെയാണ് ശശി തരൂർ ഉയർത്തിയ ചോദ്യങ്ങൾ, ശശി തരൂർ ഉയർത്തിയ വസ്തുതയുടെ അടിസ്ഥാനത്തിലുള്ള തുറന്നു പറച്ചിൽ. അത് കോൺഗ്രസിനെ ഉള്ളിൽ നിന്നും ആടിയുലപ്പിക്കുന്നു, അതിലെ വൈരുദ്ധ്യങ്ങളെ കൂടുതൽ മൂർച്ഛിപ്പിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വി ഡി സതീശനെതിരായി കൂടുതൽ നീക്കങ്ങൾ കൂടി കോൺഗ്രസിനുള്ളിൽ ശക്തമാകുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടി ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും സിബിയാണ് അവിടുത്തെ ഡൽഹിയിലെ വിവരങ്ങൾ നൽകിയത് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട.